ക്യാപ്പൊക്കെ സ്വിമ്മിങ്ങിലെ ക്യാപ്പൊക്കെ എടുത്ത് ചേഞ്ച് ചെയ്യാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വേഗം റെഡി ആയിട്ടോ. ചെറിയ മഴ ചാറുന്നുണ്ട്, അപ്പോൾ വേഗം കുടയൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ഈ സമയം നോക്കി നിന്ന് സമയം പോയി, ഇപ്പോൾ 6:35 പിന്നെ വേഗം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഹോസ്റ്റലിൽ നിന്ന് ഞാൻ സ്വിമ്മിങ് ക്ലാസ്സിലേക്ക് നടന്നിട്ടാണ് കേട്ടോ പോകാറ്. ഏകദേശം ഒരു 3 കിലോമീറ്റർ കൂടുതലുണ്ട് തോന്നുന്നു കേട്ടോ. ചെറിയൊരു മഴ ചാറുന്നുണ്ട്, അപ്പോൾ കുടയൊക്കെ പിടിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ നടന്ന് മെയിൻ റോഡ് എത്തി കേട്ടോ. പോകുന്ന വഴിക്ക് ചെറിയൊരു പള്ളിയൊക്കെ ഉണ്ട്. നടന്നങ്ങനെ എടപ്പള്ളി ടോൾ എത്തി കേട്ടോ. ചെറിയ ചാറ്റൽ മഴ ഉള്ളത് കൊണ്ട് ചെറിയ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഈ സീബ്ര ലൈൻ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഏത് വണ്ടി അങ്ങനെ നിർത്തി തരാറൊന്നുമില്ല കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ധൃതിയാണ് പോവുക കേട്ടോ. പിന്നെ അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ നടന്ന് ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ എടപ്പള്ളിയിലെ പരാഗ് ഫാഷനിലെ മെറ്റീരിയൽ കുറച്ച് മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മെറ്റീരിയലാണ് കേട്ടോ. പിന്നെ ഈ കാണുന്ന കുട്ടിയുണ്ടല്ലോ, ഇവിടെ എല്ലാ ദിവസവും എന്നെ നോക്കി ചിരിക്കും കേട്ടോ. ഇവിടെ പള്ളിക്ക് പോയിട്ട് വരികയെന്ന് തോന്നുന്നു. കാണുമ്പോൾ എല്ലാ ദിവസവും ചിരിക്കും. ഇവിടെ എറണാകുളത്ത് അങ്ങനെ 4 ദിവസം കാണുമ്പോൾ ചിരിക്കുന്ന ആ ഒരു വളരെ പരിമിതമാണല്ലോ. ഇതാ പിന്നെ നടന്നാണ് ലുലു മാൾ എത്തിയിട്ടോ. ഇതാണ് എറണാകുളത്ത് ലുലു മാൾ. ഞാൻ പാലക്കാടത്തെ ലുലു മാളിലേക്ക് പോയിട്ടില്ല കേട്ടോ. ഇവിടുത്തെ എറണാകുളത്ത് മാത്രമേ പോയിട്ടുള്ളൂ. പാലക്കാട്ടിനെക്കാട്ടി വലിയ ലുലു മാളാണ് കേട്ടോ എറണാകുളത്തെ. പിന്നെ നടന്ന് എടപ്പള്ളി മെട്രോ സ്റ്റേഷൻ എത്തിയിട്ടോ. പിന്നെ നടന്ന് ഇതാ എടപ്പള്ളി പള്ളി എത്തിയിട്ടോ. ഇവിടെ ഞാൻ എന്നും രാവിലെ പ്രാർത്ഥിക്കും കേട്ടോ. ഇവിടെ പുണ്യാളൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കും കേട്ടോ. രാവിലെ നല്ല അറ്റ്മോസ്ഫിയറാണ് കേട്ടോ ഇവിടുത്തെ. പിന്നെ നടന്ന് ഈ കാണുന്ന റോഡ് എന്ന് പറഞ്ഞാൽ എടപ്പള്ളി ഗണപതി ക്ഷേത്രത്തിലേക്കുള്ള റോഡാണ് കേട്ടോ, പാലസ് റോഡ്. പിന്നെ ഇത് പോസ്റ്റ് ഓഫീസ്. ഇവിടെ ഇരുന്നിട്ട് ഞാൻ വീട്ടിലേക്ക് വിളിക്കുക, കാരണം ഞാൻ സ്വിമ്മിങ്ങിന് പോകുന്നത് അമ്മയ്ക്ക് അറിയില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നിട്ട് 2 മിനിറ്റ് ഇരുന്നിട്ട് അമ്മയ്ക്ക് കോൾ ചെയ്യും കേട്ടോ വീട്ടിലേക്ക്. പിന്നെ ഇതെന്താണെന്നറിയോ, ഇത് ഒരു പ്രശസ്തമായ കവിയുടെ വീടും സ്മൃതി മണ്ഡപമൊക്കെ കേട്ടോ, ചങ്ങമ്പുഴ. മുമ്പ് പഠിക്കാനൊക്കെ ഉണ്ടാവും മലയാളത്തിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെയാണ്. സൂക്ഷിച്ചൊക്കെ ക്ലിയർ ആവുമെന്നറിയില്ല. ചങ്ങമ്പുഴ സമാധി കൊണ്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ജനനം മരണമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ സ്വിമ്മിങ് ക്ലാസ്സിൽ ഫോട്ടോസും വീഡിയോസൊക്കെ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആയതുകൊണ്ട് അവിടെ നിന്ന് ഫോട്ടോ എടുത്തൊന്നുമില്ല. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് സ്വിമ്മിങ്ങൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായിട്ട് ഇതിപ്പോൾ എൻ്റെ കൂട്ടുകാരി എന്നെ പോകണ വഴിയിലൊരു അമ്പലമുണ്ട്, അവിടെ എന്നെ എല്ലാ ദിവസവും ഇറക്കി തരും കേട്ടോ. പിന്നെ അമ്പലത്തിൽ കയറി പ്രസാദമൊക്കെ കഴിച്ച് തൊഴുതിറങ്ങി കേട്ടോ. സ്വിമ്മിങ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ചോദിച്ച് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നല്ല സ്വിമ്മിങ് ക്ലാസ്സാണ്, അഫോർഡബിൾ റേറ്റും കാര്യങ്ങളാണ് കേട്ടോ. ഗേൾസിനും ബോയ്സിനൊക്കെ സെപ്പറേറ്റഡാണ്, നല്ല സ്വിമ്മിങ് ക്ലാസ്സാണ്. പിന്നെ അങ്ങനെ നടന്ന് ഞാൻ ബസ് സ്റ്റോപ്പിലെത്തി, ബസ് കയറി ഇത് ഓഫീസിലേക്ക് പോവുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം.